ഒരു ആസിഡ് അഥവാ അമ്ലം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഒരു ആസിഡ് അഥവാ അമ്ലം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഒരു ബേസ് അഥവാ ക്ഷാരം ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഒരു ബേസ് അഥവാ ക്ഷാരം ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? ഉത്തരം അലൂമിനിയം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? ഉത്തരം അലൂമിനിയം. ലോഹത്തെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സ്വഭാവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡക്റ്റിലിറ്റി. ലോഹത്തെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സ്വഭാവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡക്റ്റിലിറ്റി. ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിച്ച് സ്ഥിരമായി ഉറഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഉദാഹരണം ബേക്കലൈറ്റ്. ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിച്ച് സ്ഥിരമായി ഉറഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക് ഏത് പേരിൽ അറിയപ്പെടുന്നു? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഉദാഹരണം ബേക്കലൈറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന അമ്ലമേത്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന അമ്ലമേത്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏത് സിന്തറ്റിക് നാരാണ് കൃത്രിമപ്പട്ട് എന്നറിയപ്പെടുന്നത്? ഉത്തരം റയോൺ. ഏത് സിന്തറ്റിക് നാരാണ് കൃത്രിമപ്പട്ട് എന്നറിയപ്പെടുന്നത്? ഉത്തരം റയോൺ. കുപ്രൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ചെമ്പ്. കുപ്രൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ചെമ്പ്. പെട്രോളിയത്തിൻ്റെ പ്രധാന ഘടകമേത്? ഉത്തരം ഹൈഡ്രോ കാർബണുകൾ. പെട്രോളിയത്തിൻ്റെ പ്രധാന ഘടകമേത്? ഉത്തരം ഹൈഡ്രോ കാർബണുകൾ. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഡ്യൂട്ടീരിയം.